കഴിഞ്ഞ ദിവസം ഊപ്പിയില് 75 വയസ്സ് പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് ഷോൾഡറിന്റെ ഭാഗത്തേക്കാണ് സ്ഥിരമായിട്ട് പെയിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പിന്നീട് ഫർദർ എക്സാമിനേഷൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഷോൾഡറിലേക്കല്ല കഴുത്തിലേക്കായിരുന്നു പ്രശ്നം എന്ന് മനസ്സിലാകുന്നത്. പണ്ടൊക്കെ ഈ കഴുത്തുവേദന എന്ന് പറയുന്നത് പ്രായമായവരിൽ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അവരുടെ ഫോൺ യൂസേജ് എക്സസ് ആവാൻ തുടങ്ങിയപ്പോഴായിരുന്നു. ഇംപ്രോപ്പർ പോസ്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഫോൺ നോക്കുന്നവരിലും ഈവൻ യങ്സ്റ്റേഴ്സിലാണെങ്കിൽ സിസ്റ്റത്തിന്റെ യൂസേജും അല്ലെങ്കിൽ ഫോണിന്റെ യൂസേജും എക്സസ് ആയി വന്നപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. കഴുത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷോൾഡറിന്റെ മസിൽസിലേക്കും അതേപോലെ കൈയിന്റെ ഭാഗത്തേക്കുള്ള തരിപ്പും വേദനയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ വരുന്നത്. ഡിസ്ക് ബൾജ് കാരണമാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ കണ്ടീഷൻസിലും മരുന്നുകൾ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. ഇത്തരം പ്രശ്നങ്ങളുള്ളവരിൽ ആദ്യത്തെ സ്റ്റേജിൽ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് വഴി തന്നെ മെജോറിറ്റി ഇഷ്യൂസും മാറി കിട്ടുന്നതാണ്. എന്നാൽ പിന്നീട് സ്റ്റേജുകൾ കൂടി കൂടി വരികയാണെങ്കിൽ അന്നേ സമയം നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നീട് അതിൽ നിൽക്കാതെ ആവുമ്പോഴാണ് ഒരുപക്ഷെ സർജറി പോലുള്ള കണ്ടീഷൻസിലേക്ക് പോവുക. സോ കൃത്യമായി നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൃത്യസമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും.